ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് ലെവൽ 11 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്, രാത്രികാല ചിന്തകളെക്കുറിച്ചിട്ടാണ്. സോ ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. High Priestess, Hierophant, 2 of Cups, Emperor card, 4 of Wands, Page of Swords, Page of Pentacles, 9 of Swords, King of Swords, 3 of Pentacles. സോ ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ, സോ ഹൈ പ്രീസ്റ്റസ് കാർഡ്, അതായത് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ്. നൈറ്റ് ടൈമിൽ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പക്ഷേ അവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ലൈക്ക് അവരുടെ ആ ഒരു ട്രൂ ഫീലിങ്സ് അവർ ഹൈഡ് ചെയ്യാണ് എന്നാണ് അർത്ഥം. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ബട്ട് ദേ ആർ തിങ്കിങ് ഓഫ് യു. അതാണ് നമുക്ക് ഫസ്റ്റ് എനർജിയിൽ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഹീറോഫൻ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് ആ ഒരു പേഴ്സണ് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളോടുണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്കിടയിലൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു എക്സ്റ്റേണൽ പ്രഷർ കൊണ്ടാകാനാണ് ചാൻസസ് കൂടുതൽ. ഓക്കെ, അവർ ഈ സൊസൈറ്റീനെ ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്. അപ്പം എന്താണ് നിങ്ങളെ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യുന്നത്? അതിൽ ആ ഒരു വ്യക്തിക്ക് ഭയമുണ്ട്, ബട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നും ഉള്ളതാണ് സത്യം. നെക്സ്റ്റ് നമുക്ക് 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. അതായത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആ ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളതും, ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്, ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒന്നിച്ച് ആയെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് എംപറർ കാർഡ് വന്നിട്ടുണ്ട്. സോ അഗെയിൻ ആ ഒരു വ്യക്തിക്ക് 3 ഇമോഷൻസിലൂടെയൊക്കെയാണ് ഒരു വ്യക്തി കടന്നു പോകുന്നതെങ്കിലും ആ ഒരു പേഴ്സൺ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്കത് മനസ്സിലാകത്തില്ല. ആ ഒരു വ്യക്തി ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതിൽ സ്റ്റേബിളായിട്ട് ഉള്ളൊരു മെൻ്റൽ ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാകത്തില്ല. ആ ഒരു വ്യക്തി ഒട്ടും എക്സ്പ്രസീവ് അല്ലാത്തതുകൊണ്ട് ആ ഒരു വ്യക്തി ഓപ്പൺ അപ്പായി പറയത്തില്ല. ആൻഡ് ഈ ഒരു വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. ആൻഡ് ആ ഒരു വ്യക്തി നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഓപ്പൺ അപ്പ് ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും. നെക്സ്റ്റ് നമുക്ക് 4 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു വ്യക്തി ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒപ്പമുള്ള ഒരു പാർട്ട്ണർഷിപ്പ്. ഇതെല്ലാം ആ ഒരു വ്യക്തി സ്വപ്നം കാണുന്നുണ്ട്, അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് അത് സന്തോഷമുള്ളൊരു കാര്യമാണെന്നാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു ഫ്യൂച്ചർ ഒക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ടെന്ന്. ആ ഒരു നിങ്ങളുമായിട്ടുള്ളൊരു മാരേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളും ഒത്ത് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നതോ സെലിബ്രേഷൻസ്, ഇതൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്തൊക്കെയോ ആ ഒരു വ്യക്തിനെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ് നമുക്ക് പേജ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ഓൺ ഓർ ഓഫ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലാണെങ്കിലും ആ ഒരു വ്യക്തിയുടെ കണ്ണ് എപ്പോഴും നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ട്. മേ ബി ഒരു മ്യൂച്വൽ ഫ്രണ്ട്സ് വഴി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാൻ. നിങ്ങൾ എന്തെടുക്കണോ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ
നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, അതൊക്കെ ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കണം അല്ലെങ്കിൽ അറിയണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്. ആൻഡ് ആ ഒരു വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു. ഇപ്പം നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ കൂടിയും ആ ഒരു വ്യക്തിക്ക് കമ്മ്യൂണിക്കേഷൻ വേണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണ് ആ ഒരു ബ്ലോക്കേജ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഓരോ ആൾക്കാർക്കും ഓരോരോ പ്രശ്നങ്ങളായിരിക്കും. സോ ആ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ എന്തായാലും നിങ്ങളുണ്ട്. നെക്സ്റ്റ് നമുക്ക് പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ചെറിയൊരു സ്റ്റെപ്സ് ചിലപ്പോൾ എടുത്തെന്ന് വന്നേക്കാം. മേ ബി ഒരു ടെക്സ്റ്റ് മെസ്സേജോ കോളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്, എനർജിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഒരു നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കണക്ഷൻ വീണ്ടും റീബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് 9 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അത് അഗെയിൻ നമുക്ക് ആ ഒരു ആങ്സൈറ്റി, ആ ഒരു പേഴ്സൺ ഡിപ്രസ്ഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ നല്ല രീതിയിൽ ഡൗൺ ആണ് ആ ഒരു വ്യക്തി. നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഭയമുണ്ട്, ഒരുപാട് വെറി ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. പാസ്റ്റിൽ നിങ്ങൾക്കിടയിൽ നടന്നുപോയ ഒരു മിസ്റ്റേക്സിനെ കുറിച്ചൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. മേ ബി ഒരു ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഒരു മനസ്സമാധാനമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ നേരത്തെ കണ്ട ഒരു എംബ്രറിൻ്റെ എനർജി തന്നെയാണ്. ആ ഒരു വ്യക്തി ഇമോഷൻസിനെയൊക്കെ കട്ട് ഓഫ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ നിങ്ങളുമായിട്ട് മേ ബി ഒരു മീറ്റപ്പ് വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെയൊന്നും ആയിരിക്കത്തില്ല. ആ ഒരു ഇമോഷൻസിനെ കട്ട് ഓഫ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ടൊക്കെ ആയിരിക്കും നിൽക്കുക. അവർക്ക് എല്ലാത്തിനെയും നേരിടാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്ത് പ്രോബ്ലം വന്നാലും നേരിടാനുള്ള കഴിവുണ്ട്. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി അവർ ചിന്തകളിലും ഒക്കെ നിങ്ങളാണ്. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്നും എന്താ പറയുക ഇമോഷൻ വൈസ് ഹൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി നമുക്ക് 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഒരു അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻറ്റേർണലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആൻഡ് റിയലൈസ് ചെയ്യുന്നുണ്ട് ആ ഒരു സ്ട്രോങ് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നുള്ള ചിന്തകളുണ്ട്. അപ്പോൾ അതിന് എഫേർട്സ് വേണം. നിങ്ങൾ രണ്ടുപേരും ഈക്വൽ എഫേർട്സ് വേണം, പാർട്ട്ണർഷിപ്പ് വേണം, കോംപ്രമൈസ് വേണം, അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ ഇതെല്ലാം ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് 8 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ആ ഒരു വ്യക്തി നല്ല രീതിയിൽ എന്താ പറയുക മെൻ്റലി ട്രാപ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അത് സ്റ്റക്കായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. മേ ബി സ്വന്തമായിട്ട് ഓരോന്ന് ആലോചിച്ച് കൂട്ടി ഭയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ആകാം. അതായിരിക്കാം ഈ ഒരു സ്റ്റക്കായിരിക്കുന്നതിന് റീസൺ എന്ന് പറയുന്നത്. അവർക്കൊരു നെക്സ്റ്റ് മൂവ് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞല്ലോ. മേ ബി അറിയില്ല, എക്സ്റ്റേണൽ പ്രഷർ, ഫാമിലി ആകാം, തേർഡ് പാർട്ടി ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഓരോരോ ചിന്തകൾ തന്നെയാണ് ആ ഒരു വ്യക്തിയെ പിന്നിലോട്ട് വലിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ ഈ ഒരു ഓവറോൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആ ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2 ഓഫ് കപ്സ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു സോൾമേറ്റ് എനർജിയും കണക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി എന്തോ ഉള്ളിൽ ഭയം അല്ലെങ്കിൽ എന്തൊക്കെയോ എക്സ്റ്റേണൽ പ്രഷേഴ്സൊക്കെ കാരണം, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മൂലമാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കാത്തത്. ആ ഒരു വ്യക്തി ഹോൾഡ് ബാക്ക് ചെയ്യുന്നതിന് മറ്റെന്തോ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു വഴികൾ തേടും, അല്ലെങ്കിൽ തേടി നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതും കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ തെറ്റുകളെല്ലാം മനസ്സിലാക്കുകയും ആൻഡ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനും ആ ഒരു റിയൂണിയൻ്റെ പോസിബിലിറ്റിയൊക്കെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ ബ്ലോക്കേജ് എന്താണോ അത് ക്ലിയറായി കഴിഞ്ഞാൽ എല്ലാം നല്ലതുപോലെ നടക്കുമെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. സോ ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.